أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف خلق الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ അലിക്കുട്ടി ഉസ്താദ്, പൂക്കോട്ടൂര് മഹാനായ മുഹമ്മദ് ഫൈസി, എന്റെ വേദിയിലുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാന്യമുഖരുകളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ധന്യമായ സദസ്സിലെ നമ്മുടെ കൂടലും പിരിയലും സാന്നിധ്യവും ചിന്തയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു മഹത്തായ വെള്ളിയാഴ്ചയിലെ പുണ്യമായ അമലായി നമ്മളിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് കാരണം കൊണ്ട് അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകി ഹിദായത്തിന് നൂറുകൊണ്ട് അനുഗ്രഹിച്ച് ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ ഇടപെടുന്ന മുഴുവൻ സമസ്ത കേരള ജമിയത്തുലമായുടെ പ്രവർത്തനങ്ങളും ഇസ്സത്തിലും അന്തസ്സിലും റാഹത്തിലുമായി അവസാനിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അസ്സദഖാത്തി പറഞ്ഞതുപോലെ സുബ്ഹി നമസ്കാരത്തിന്റെ ശേഷം അൽ കഹ്ഫ് സൂറത്ത് ഓതിയതിന് ശേഷമുള്ള ഒരു നസീഹത്ത്, അത് നമുക്ക് ഫലപ്രദമാകണം. അക്കൂട്ടത്തിൽ കൂടുതൽ എനിക്കും അത് ഫലപ്രദമാകണം എന്ന ലക്ഷ്യത്തോടുകൂടി നമുക്കൊക്കെ വളരെയധികം നിർബന്ധമായ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായ തഖ്വ എന്ന വിഷയത്തിന്റെ ഒരു ചെറിയ വശം മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലിദും മറ്റും ഓതി ഇന്നത്തെ ഈ രാവിലത്തെ പരിപാടി ഇതോടുകൂടെ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയാണല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു അടിസ്ഥാന സിദ്ധാന്തമുണ്ട്. അതായത് അൽ ഖൽബു മംബഉ തഖ്വ, അതൊരടിസ്ഥാന സിദ്ധാന്തമാണ്. അതായത് തഖ്വയുടെ ഉറവിടം കൽബാണ്. കൽബ് എന്ന് പറഞ്ഞാൽ കൽബ്, റൂഹ്, നഫ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇസ്തിലാഹിയായ ശർഈയായ പ്രയോഗത്തിൽ അതിന്റെ യഥാർത്ഥ നിർവചനം ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല.
വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. റൂഹിനെ തൊട്ട് നബിയെ തങ്ങളോട് അവർ ചോദിക്കും. തങ്ങൾ അവരോട് പറയണം, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അല്ലാഹുവിന്റെ അമ്രിൽപ്പെട്ട ഒരു കാര്യമാണ് റൂഹെന്നും അതിനെ നിർവചിക്കാൻ സാധ്യമല്ല എന്നും അതിന്റെ യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ മനുഷ്യന് സാധ്യമല്ല, ലോകത്തിന്റെ അവസാനം വരെയുള്ള മനുഷ്യന് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, മനുഷ്യ സമൂഹത്തിന് നൽകപ്പെട്ട അറിവ് വളരെ കുറച്ചു മാത്രമേയുള്ളൂ. മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിലകൊള്ളുന്ന മനുഷ്യാത്മാവിന്റെ നിർവചനം പോലും മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധ്യമല്ലാത്ത പരിമിതമായ അറിവ് മാത്രമേ ലോകത്തിന്റെ അവസാനം വരെയുള്ള മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളൂ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അപ്പോ കൽബ്, റൂഹ്, നഫ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥമായ നിർവചനം, അതിന്റെ ഹഖീഖത്ത് നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ ഏതാണ്ട് അതിനെ മനസ്സിലാക്കാവുന്നൊരു നിർവചനം മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ലത്തീഫത്തുൽ റബ്ബാനിയത്തുൽ റൂഹാനിയ്യ എന്നാണ് ഗസ്സാലി പറയുന്നത്. മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് ലത്തീഫത്തിൽ ഒരു നിഗൂഢ വസ്തു, അതീവ രഹസ്യമായൊരു വസ്തു. റബ്ബാനിയ്യ, ഇലാഹിനോട് ബന്ധപ്പെട്ടൊരു സാധനം. റൂഹാനിയ്യ, മനുഷ്യന്റെ ജീവനോട് ബന്ധപ്പെട്ടൊരു കാര്യം. മനുഷ്യാത്മാവ് എന്നതും റൂഹും രണ്ടാണ്. ഇൻസാനിയായ റൂഹും ഹയവാനിയായ റൂഹും രണ്ടാണ്. അതുകൊണ്ടാണ് ഇൻസാന്റെ നിർവചനത്തിൽ ഹയവാനുൻ നാത്യഖുൻ എന്ന് പറയാൻ കാരണം. ഞാനൊരു വിശദമായ ചർച്ചയിലേക്ക് ഇപ്പൊ കടക്കിടില്ല. ഏതായാലും ലത്തീഫത്തുൽ നിഗൂഢ വസ്തു, അതിന്റെ യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ സാധ്യമല്ലാത്ത അതീവ രഹസ്യമായൊരു വസ്തു. റബ്ബാനിയ, റബ്ബിനോട് ബന്ധപ്പെട്ടത്. അതാണ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞത്. റൂഹാനിയ, ജീവനോട് ബന്ധപ്പെട്ടത്. ജീവൻ പോയോ അതിനോട് ബന്ധമുള്ള റൂഹ്, ആ മനുഷ്യാത്മാവ് ആ ജീവനിൽ നിന്ന് അടുപിട്ടിരിക്കും, നശിക്കും എന്നല്ല. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരാളെ ഹാർട്ടാണ്ട് മാറ്റി വെച്ച് വേറൊരാൾക്ക് വെച്ച്, ഹാർട്ട് വേറൊരാളെ ശരീരത്തിലേക്കാണ്ട് വെച്ചു കഴിഞ്ഞാൽ ഈ ഹാർട്ട് മാറ്റിവെച്ച ആൾക്ക് അയാളുടെ കൽബ് ഈ ഹാർട്ടിന്റെ ഉടമസ്ഥന്റെതോ അയാളുടേതോ. ഇനി ഒരു കാലഘട്ടത്തിൽ തലച്ചോറും ഹാർട്ടും കൂടി മാറ്റിവെച്ചു, എന്നാലും ഈ ഹാർട്ട് തലച്ചോറിന്റെ ഉടമസ്ഥന്റെ കൽബോ അതല്ല മറ്റേയാളെ കൽബോ. അത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ജീവൻ നിലനിൽക്കുന്നുണ്ടോ ആ ജീവനോട് ബന്ധപ്പെട്ട മനുഷ്യാത്മാവ് കൂടെ ഉണ്ടാവും. അതാണ് സത്യം. അതുകൊണ്ടാണ് ലത്തീഫത്തു റബ്ബാനിയത്തു റൂഹാനിയ എന്ന് പറയുന്നത്. ഞാനതിന്റെ വിശദമായ ചർച്ചയിലേക്ക് ഇപ്പൊ കടക്കണില്ല. ഏതായാലും ആ സാധനമാണ് കൽബ്. ആ കൽബ്, നിഗൂഢ അതീവരഹസ്യമായ മനുഷ്യാത്മാവുന്ന കൽബ്, മനുഷ്യാത്മാവാകുന്ന മനുഷ്യന്റെ റൂഹ്, ആ കൽബാണ് യഥാർത്ഥത്തിൽ തഖ്വയുടെ ഉറവിടം. അവിടെ നിന്നാണ് തഖ്വ ഉണ്ടാകുക. അതാണ് പടച്ച മുസ്തഫായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഈ കൽബിന്റെ ഒരു ബന്ധമുള്ള വസ്തുവാകുന്ന ആ ഹാർട്ട് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കൈവച്ചുകൊണ്ട് അത്തഖ്വ ഹാഹുലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം കൽബാണ് തഖ്വയുടെ ഉറവിടം. പക്ഷേ എല്ലാ കൽബിൽ നിന്നും തഖ്വ ഉണ്ടാവൂല. കൽബിനാണ് തഖ്വ ഉണ്ടാകുക. പക്ഷെ തഖ്വ എല്ലാ കൽബിൽ നിന്നുണ്ടാവില്ല. തഖ്വ ഉണ്ടാകണമെങ്കിൽ ആ കൽബിൽ രണ്ട് സ്വഭാവങ്ങൾ ഒരേ സമയത്ത് സമ്മേളിക്കുമ്പോൾ മാത്രമേ
തഖ്വയുണ്ടാവുകയുള്ളൂ എന്ന് സൂറത്തുൽ ഹശ്റിൽ അള്ളാഹു വിവരിച്ച ആയത്താണ് ഞാൻ ആദ്യമായി നിങ്ങളോട് കേൾപ്പിച്ചത്. നമ്മൾ നല്ലപോലെ ആലോചിക്കണം. കൽബാണ് തഖ്വയുടെ ഉറവിടം. പക്ഷേ തഖ്വ കൽബിൽ നിന്ന് ഉണ്ടായിത്തീരണമെങ്കിൽ ആ കൽബിന്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് സമ്മേളിക്കണം. അങ്ങനെ സമ്മേളിക്കുമ്പോൾ മാത്രമേ കൽബിൽ നിന്ന് തഖ്വ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ മനുഷ്യൻ മുത്തഖിയാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തഖിയായി കഴിഞ്ഞാൽ രക്ഷയായി. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ അസ്സമാവാതു വൽ അർളു വഇദ്ദത്തു ലിൽ മുത്തഖീൻ ذلك الكتاب لا ريب فيه هدى للمتقين. മുത്തഖീങ്ങളായി കഴിഞ്ഞാൽ രക്ഷയുണ്ട്, ആഖിറത്ത് രക്ഷപ്പെട്ടു, ആഖിബത്ത് നന്നായി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, തഖ്വ കൽബിൽ നിന്ന് ഉറവ് പൊട്ടി വരണമെങ്കിൽ രണ്ട് സ്വഭാവം വേണമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി രേഖപ്പെടുത്തിയത്. അതാണ് സൂറത്തുൽ ഹശ്റിലെ ആയത്തിൽ നല്ലപോലെ ചിന്തിച്ചാൽ അറിയാം. അല്ലാഹു തഖ്വ രണ്ട് വട്ടം പറഞ്ഞിട്ടുണ്ട്. കാരണം തഖ്വയ്ക്ക് രണ്ട് ഭാഗം. ആ രണ്ട് ഭാഗവും ഉത്ഭവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. അതാണ് പടച്ചവൻ ആയത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞത്. നമുക്ക് തോന്നുന്നത് എന്താ ആവർത്തനാണോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ആദ്യം പറഞ്ഞ് ഇത്തഖുല്ലാഹ്, അതിന്റെ ഫാസിലത്തായി പറഞ്ഞത് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്നാണ്. രണ്ടാമതായി വത്തഖുല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ഫാസിലത്തായി അവസാനം പറഞ്ഞത് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അപ്പോൾ രണ്ടു വട്ടം തഖ്വ പറഞ്ഞു. രണ്ടു വട്ടം തഖ്വ പറഞ്ഞതിന്റെ അവസാനിപ്പിച്ച വാക്കുകൾ രണ്ടും രണ്ടായി മാറി. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. തഖ്വ രണ്ട് വിഭാഗമാണ്. തഖ്വയുടെ ഏറ്റവും താഴ്ന്ന പടി, ഏറ്റവും അവസാനത്തെ പടി അല്ലാഹ് എന്ന ചിന്ത മാത്രം മനുഷ്യരിൽ വരലാണ്. ബാക്കിയെല്ലാം അവന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് തഖ്വയുടെ അവസാനത്തെ പടി. തഖ്വയുടെ ആദ്യത്തെ മർത്തബ ഇംതിസാലുൽ അവാമിരി ഇജ്തിനാബുൻ നവാഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും അല്ലാഹു വിരോധിച്ച വിരോധങ്ങളെ കൈപിടിയുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും താഴ്ന്ന മർത്തബ. ഈ തഖ്വയിൽ നിന്ന് താഴോട്ട് പോന്നാൽ പിന്നെ തഖ്വയില്ല, മുത്തഖിയാകാൻ സാധ്യമല്ല. ഏറ്റവും ചുരുങ്ങിയത് ഇംതിസാലുൽ അവാമിരി, അല്ലാഹുവിന്റെ മുഴുവൻ കൽപ്പനകൾക്കും വഴിപ്പെടുക. കൈകൊണ്ടും കാലുകൊണ്ടും മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും നാവുകൊണ്ടും, അങ്ങനെ മനുഷ്യന് നൽകപ്പെട്ട മുഴുവൻ അവയവങ്ങളെ കൊണ്ടും അല്ലാഹുവിന് പരിപൂർണമായി വഴിപ്പെടുക, അവന്റെ കൽപ്പനകളെ സ്വീകരിക്കുക. വജ്തിനാബുൻ നവാഹി, അല്ലാഹു വിരോധിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ കൈവടിയുക. ഈ തഖ്വയുടെ രണ്ട് ഭാഗം മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കയ്യിനെ ചലിപ്പിക്കുന്നത് ഹൃദയമാണ്, കണ്ണിനെ ചലിപ്പിക്കുന്നത് കൽബാണ്, നാവിനെ ചലിപ്പിക്കുന്നത് കൽബാണ്. കൽബിനനുസരിച്ചേ നാവ് സംസാരിക്കൂ, കൽബിനനുസരിച്ചേ കണ്ണ് നോക്കൂ, കൽബിനനുസരിച്ചേ കാല് ചലിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇംതിസാലും അതുപോലെ തന്നെ ഇജ്തിനാബും ഉണ്ടാവേണ്ട കേന്ദ്രം കൽബാകുന്നു. ആ കൽബിന്റെ ഉള്ളിൽ ഈ രണ്ട് സ്വഭാവം ഉണ്ടാകണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ആദ്യമായ കൽബിന്റെ ഉള്ളിൽ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന വേണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്റെ കയ്യിൽ എന്താണുള്ളത്? എനിക്ക് ഖബറിലേക്ക് പോകേണ്ടവനാണല്ലോ.
ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് യാത്ര ചെയ്യേണ്ടവനാണല്ലോ. മീസാനിന്റെ അരികിൽ ഞാൻ ചെല്ലേണ്ടവനാണല്ലോ. സിറാത്തിന്റെ അരികിൽ ഞാൻ ചെല്ലേണ്ടവനാണല്ലോ. അവിടെയൊക്കെ എന്റെ കൈവശത്തിൽ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. മീസാനിൽ തൂക്കുന്ന സമയത്ത് ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു വഹുവ ഫീ ഈശത്തിർ റാളിയ, മീസാനിൽ ഒരൽപ്പം ഹസനത്ത് അധികരിച്ചല്ലാതെ രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ ഇബാദത്തുകളായി നന്മകളായിട്ട് എന്റെ സ്റ്റോക്ക് എന്തൊക്കെയാണുള്ളതെന്ന് ഏത് സമയത്തും അവന്റെ ശരീരത്തോട് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഒന്നാമത്തത്. അങ്ങനെ വരുമ്പോഴേ ഇംതിസാലുൽ അവാമിർ പരിപൂർണമായി മനുഷ്യനുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാം. അവിടെ ഈ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്പം ചിന്തിക്കാം, പടച്ചോലിന്റെ കയ്യിൽ എന്താണുള്ളത്? ഞാനിപ്പോ അത് ഭരിച്ചാൽ, ഇപ്പൊ ഈ നിമിഷം എന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ ഞാൻ ഖബറിലേക്ക് പോകുമല്ലോ. ആ ഖബറിൽ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോയാൽ 50,000 കൊല്ലത്തിന്റെ ധൈര്യം ചിലർക്കൊക്കെ വരാവുന്ന മഹ്ശറ, അവിടെ എനിക്ക് സമ്മേളിക്കേണ്ടേ. അതുപോലെ തന്നെ എന്റെ ഹസനാത്തുകൾ തൂക്കുന്ന സമയത്ത് ഒരൽപ്പം ഹസനത്ത് കൂടിയാലല്ലേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ഹസനാത്ത് കലം തൂക്കി നിൽക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ എത്ര ദിക്ർ ചൊല്ലി, ഞാൻ എത്ര സുന്നത്ത് നിസ്കരിച്ച്, ഞാൻ എത്ര ദുഹാ നിസ്കരിച്ച്, ഞാൻ എത്ര വിത്ർ നിസ്കരിച്ച്, ഞാൻ എത്ര ഖുർആൻ ഓതി, ഞാൻ എത്ര ഫാത്തിഹ ഓതി, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് എന്ന് സ്വയം മനസാക്ഷിയോട് ചോദിച്ചിട്ട് നമ്മളെ യാത്രയിലെ സ്റ്റോക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക. അത് തക്കവ വരാനുള്ളൊരു വഴിയാണ്. നമ്മുടെ സ്റ്റോക്ക് ഇങ്ങനെ പരിശോധിക്കുക. എന്റെ അടുത്ത് എന്താണുള്ളത്, ഞാൻ എന്ത് സ്റ്റോക്ക് ചെയ്തിട്ടാണ് എന്റെ പോക്ക് എടുക്കാതെ ചിന്തിക്കുക. അതാണ് അള്ളാഹു ആദ്യം അങ്ങനെ പറഞ്ഞത്. ഇത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ തഫ്സീറിൽ, പ്രധാനപ്പെട്ട തഫ്സീറിൽ വിവരിച്ച കാര്യങ്ങളായി പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഇംതിസാലുൽ അവാമിർ എന്ന തഖ്വ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ, ആ തഖ്വ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉറവ് പൊട്ടി വരേണമെങ്കിൽ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ശരീരവും അവരുടെ നാളേക്ക് വേണ്ടി അവരെ കയ്യിലുള്ള സ്റ്റോക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കണം ഏത് സമയത്തും. ഒന്നത്. രണ്ടാമതായി വത്തഖുല്ലാഹ് ഇജ്തിനാബുൻ നവാഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ കൈവടിയാനുള്ള ഒരവസ്ഥ ഹൃദയത്തിനുള്ളിൽ ഉണ്ടാകണമെങ്കിൽ, കൽബിലുണ്ടാകണമെങ്കിൽ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു വത്തഖുല്ലാഹ്. കണ്ടുകൊണ്ട് ഹറാമുകൾ വരുമ്പോൾ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കുമ്പോൾ, നാവുകൊണ്ട് ഹറാമ് സംസാരിക്കുമ്പോൾ, മനസ്സുകൊണ്ട് ഹറാമുകളുടെ വികാരങ്ങൾ വരുമ്പോൾ, മാന്യ സഹോദരന്മാരെ മോമിനികളെ അല്ലാഹു തആല പറയുന്നു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ശരിക്ക് രഹസ്യ പരസ്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നവനാണ് അല്ലാഹു എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയുന്നു, എനിക്ക് ഉപദേശിച്ചു തരൂ മഹാനവറുകളെ. മഹാനവറുകൾ പറഞ്ഞു, നീ അല്ലാഹുവിന് എതിരായി വല്ലതും ചെയ്യണമെന്ന് നിനക്ക് തോന്നുമ്പോൾ നീ പടച്ചവന്റെ ഭൂമിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചെയ്തോ. എനിക്കത് സാധ്യമല്ലല്ലോ, അള്ളാന്റെ ഭൂമിയല്ലാതെ ഞാൻ എവിടെ പോകാനാ? എന്നാളൊരു കാര്യം ചെയ്തോ, അള്ളാന്റെ ഭൂമിയിൽ നിന്ന് ചെയ്തോ, അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയി ചെയ്തോ. ഉടനെ തന്നെ ചോദിക്കുന്നത്, ഞാൻ എവിടെ പോകാനാ? ഉടനെ തന്നെ അദ്ദേഹം പറയുന്നു, അള്ളാന്റെ ഭൂമിയിൽ നിന്ന് അള്ളാഹു തആലാന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്തോ, പക്ഷെ അള്ളാന്റെ ഭക്ഷണം നീ കഴിക്കരുത് കേട്ടോ. എങ്ങനെയാണ് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുക? അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അള്ള പറഞ്ഞതിന് എതിര് ചെയ്തിട്ട് അള്ള നിന്നെ പിടിക്കാൻ പറഞ്ഞയച്ചാൽ
നിനക്ക് ഒഴിഞ്ഞു പോകാൻ സാധ്യമാണെങ്കിൽ ചെയ്തോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാണെങ്കിൽ ചെയ്തോ. ഒരിക്കലും എനിക്ക് സാധ്യമാവുകയില്ല, എന്നാൽ പിന്നെ എങ്ങനെ പടച്ചവന് നീ തെറ്റ് ചെയ്യും? അതാണ് അല്ലാഹു പറഞ്ഞത്, വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മുഴുവനും പടച്ചവൻ അറിയുന്നുണ്ട്. എങ്ങനെ അറിയുന്നുണ്ട്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാഫ് സൂറത്തിൽ പറഞ്ഞൊരായത്തുണ്ട്, നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വികർച്ചി വളരെയധികം ആഴത്തിലാക്കി ചെന്ന് ചിന്തിക്കേണ്ട വാക്കാണ് ഖാഫ് സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, എല്ലാ മനുഷ്യരെയും നമ്മൾ സൃഷ്ടിച്ചു. ഏത് വിധത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചത്? വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ നിഗൂഢമായ നഫ്സ്, അവന്റെ നിഗൂഢമായ കൽബ്, അതിൽ വരുന്ന വികാരങ്ങൾ വരെ എന്റെ അറിവിന്റെ വൃത്തത്തിന്റെ ഉള്ളിലായി കൊണ്ടാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, കോടാനകോടി മനുഷ്യന്മാരുടെ വികാരങ്ങൾ മുഴുവനും പടച്ച തമ്പുരാന്റെ ഇൽമുമായി ബന്ധിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞാൽ, ആ ഒരു ബോധം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവന്റെ നാവ് കൊണ്ടോ കണ്ടുകൊണ്ടോ അവന്റെ മറ്റവയവങ്ങളെ കൊണ്ടോ തെറ്റുകൾ അവന് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഇതിന്റെയൊക്കെ പുറമെ ഈ തഖ്വ പരിപൂർണമായി മരണം വരെ നിലനിൽക്കണമെങ്കിൽ അതിന്റെ തൊട്ടു പിന്നിൽ അല്ലാഹു വേറെ ഒരു വാക്ക് പറയുന്നത് അതുകൂടി നമ്മൾ സ്വീകരിക്കണം. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റില്ലാതെ, പടച്ചവന്റെ ഓർമ്മയില്ലാതെ കൽബിലും ലിസാനിലും അല്ലാഹു മറന്നുപോയി കഴിഞ്ഞാൽ ഫഅൻസാഹും അൻഫുസഹും, മനുഷ്യൻ ആരാണെന്ന ബോധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോകും. ഞാൻ ആരാണെന്ന ചിന്ത അവരിൽ നഷ്ടപ്പെട്ടു പോകും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ഫാസിഖീകൾ. അപ്പൊ അല്ലാഹുവിന്റെ ദിക്ർ നമ്മുടെ നാവിൽ നിലനിർത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് പടച്ച തമ്പുരാൻ നമ്മുടെ വികാരങ്ങൾ വരെ അറിയുമെന്ന ബോധത്തോടുകൂടി നമ്മുടെ സ്റ്റോക്കിന്റെ ഒരു പരിശോധനയോടുകൂടെ നമ്മുടെ കൽബ് നിലനിർത്തിക്കഴിഞ്ഞാൽ നിശ്ചയമായും കൽബിൽ തഖ്വ ഉത്ഭവിച്ച് അത് ഉറവ് പൊട്ടി ആ തഖ്വ പരിപൂർണമായി അവസാനം ഉന്നതമായ തഖ്വയിലേക്ക് ഉയർന്നുയർന്നു പോയിട്ട് അവസാനം യഥാർത്ഥ മുത്തഖിയായി ഉഇദ്ദത്തുൽ മുത്തഖീൻ എന്ന് പടച്ചവൻ വാഗ്ദത്തം ചെയ്ത സ്വർഗലോകത്തിൽ അവസാനം എത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ എത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഈ ചിന്താഗതിയോടുകൂടെ ജീവിച്ചവരാണ് നമ്മുടെ മഹത്തുക്കളായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളും മഹത്തുക്കളും. ആ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും തുടങ്ങി വെച്ചതാണ് നമ്മുടെ കൂട്ടായ്മ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 90 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ ആദർശം നമ്മൾ കൊണ്ടുവന്നല്ലോ. അങ്ങനെ പുതിയ ആദർശത്തിന് ആവശ്യവും നമുക്കില്ല. മഹാനായ നബിയും സഹാബത്തും ഏതൊരു തരീഖിലൂടെയാണോ ജീവിച്ചതെങ്കിൽ, ഏതൊരു തരീഖാണോ മഹാനായ നബിയും സഹാബത്തും ഇവിടെ നബിയിൽ നിന്ന് നേരെ പകർത്തിയെടുത്ത സഹാബത്ത്, മഹാനായ നബിയിൽ നിന്ന് ശരിക്ക് പകർത്തിയെടുത്തവരാണ്, ജീവിതം പകർത്തവരാണ് സഹാബത്ത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് വെക്കാൻ അല്ലാഹു തആലയുടെ റസൂല് പറഞ്ഞത്, ഒരു സാധാരണ ഒരു ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോ കോപ്പി അത് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒറിജിനലിന്റെ നിലവാരമുണ്ടെന്ന് നമുക്കറിയാം. അതേ അഡ്ജസ്റ്റ്മെന്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. സഹാബീകൻ നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബ് നക്ഷത്രങ്ങളെ പോലെയാണ്. അവർ ജീവിതം എന്നിൽ നിന്ന് പകർത്തവരാണ്, ശരിക്ക് അവർ പകർപ്പെടുത്തവരാണ് എന്റെ ജീവിതം. ആയതിനാൽ
ഫബിഅയ്യിഹിം ഇഖ്തദൈതും യുഹ്തദൈതും, അവരിൽ നിന്ന് ആരോട് നിങ്ങൾ പിൻപറ്റിയാലും എന്നോട് പിൻപറ്റിയിട്ട് ഹിദായത്ത് കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ എന്നോട് ഹിദായത്ത് പിൻപറ്റുന്ന അതേ സ്ഥാനം തന്നെയാണ് അസ്ഹാബിന്റെ പിൻപറ്റലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ പകർപ്പ് നേരെ കേരളത്തിൽ വന്ന ആ പകർപ്പിന് വ്യതിയാനങ്ങളും മാറ്റങ്ങളും വരാൻ തുടങ്ങിയപ്പോൾ മനുഷ്യന്മാരുടെ അഖീദ രക്ഷിക്കാൻ, തഖ്വ നിലനിർത്താൻ, മുത്തഖയായി മാറ്റാൻ വേണ്ടി, ആ വിശുദ്ധമായ ആദർശത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ, ഔലിയാക്കളുടെ കൂട്ടായ്മ, സ്വാലിഹീങ്ങളുടെ കൂട്ടായ്മ, ഉലമാഇന്റെ കൂട്ടായ്മ, അതാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് സംഘടിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു സംഘടനയല്ല. ഇത് നമുക്ക് വ്യക്തമായിട്ടറിയാം. സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടിച്ച സംഘടനകൾ ഇതിന്റെ പുറമെ വേറെ പലതുമുണ്ട്. അല്ലാഹു നമ്മളെ കൽബിനൊക്കെ രക്ഷിച്ചു തരട്ടെ അതിൽ നിന്നൊക്കെ. അവിടെ ഇവിടെയൊക്കെ പോയി കാണുണ്ടാക്കിയ കുറെ സംഘടനകളൊക്കെ ഉണ്ടല്ലേ, അപ്പോ പറയേണ്ടത് തന്നെ ഒക്കെ അറിയാമല്ലോ. അത് സംഘടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന, ഇത് സംഘടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന, ഇത് ഔലിയാക്കളെ കൂട്ടായ്മ. മുസ്തഫാഹി നബിയിൽ നിന്ന് പകർത്തിയെടുത്ത സഹാബത്തിന്റെ ജീവിത രീതി അപ്പടി പകർത്തിയ കേരള ജനതയിലും ആദർശങ്ങൾക്ക് വ്യതിയാനങ്ങൾ വരുത്താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് ആദർശങ്ങളെ മാറ്റാൻ നോക്കിയപ്പോൾ അത് പറ്റൂല, ഈമാൻ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഈമാനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഔലിയാക്കളുടെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. യഥാർത്ഥത്തിൽ ഈ വിധത്തിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ സമസ്തന്റെ പ്രവർത്തകരായി, സമസ്തന്റെ അനുഭാവികളായി, സഹായികളായി ഒരു നിമിഷമെങ്കിലും നമുക്ക് ഈ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ അത് അല്ലാഹു ചെയ്യുന്ന വലിയ ഭാഗ്യമാണ്. യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. കാരണം ആഖിബത്ത് നന്നാകാനുള്ള വഴി സമസ്തയിൽ അടിയുറച്ചു നിൽക്കല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തഖ്വ നമ്മുടെ മുത്തഖീങ്ങളാകണം. നമ്മൾ ആർക്കും വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മൾ അല്ലാഹുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. വെള്ളിയാഴ്ച പ്രഭാത സമയത്ത് നിങ്ങൾ കണ്ടില്ലേ അസ്ഹാബുൽ കഹ്ഫ് അൽ-കഹ്ഫ് സൂറത്ത് നമ്മൾ ഓതിയപ്പോ അൽ-കഹ്ഫ് സൂറത്തിലുള്ള ആ ചെറുപ്പക്കാരനാ ഇവിടെ ഒരുപാട് കൂടുതൽ ചെറുപ്പക്കാരാണ്. ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ അനുസരണശീലമുള്ള ചെറുപ്പക്കാരാണ് ഈ ഒരുമിച്ചുള്ള. അല്ലാഹു തആല ആ അനുസരണത്തിൽ തന്നെ മരണം വരെ നിലനിർത്തട്ടെ. അനുസരണശീലമുള്ള ചെറുപ്പക്കാരാണത്. ഉസ്താദന്മാർ എന്ത് പറയുന്നു, നിൽക്കണമെന്നല്ല നിൽക്കും, ഇരിക്കണമെന്നറിയാം. അതാണ് ശരിയായ സ്വഭാവം. യഥാർത്ഥത്തിൽ നമ്മുടെ സമസ്തയുടെ അന്തസ്സുപത മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഇപ്പൊ നിങ്ങളോടൊരു കാര്യം പറയണം, 100% ചെയ്യും. ചെയ്യൂലേ? ഉറപ്പല്ലേ? അതാണ് സമസ്തന്റെ പോറ്. കുരുത്തമുള്ള പ്രവർത്തനമാണ് നമ്മളുള്ള പ്രവർത്തനം. കുരുത്തത്തിന്മേലാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. എന്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ചെയ്ത വലിയ നിഅമത്ത്, പടച്ചവൻ ചെയ്ത വലിയ അനുഗ്രഹം നിങ്ങൾ ആലോചിക്കട്ടെ. നമ്മൾ അസ്ഹാബുൽ കഹ്ഫിലെ ചരിത്രത്തോടെ ഓതിയില്ലേ? അപ്പൊ അവിടെ ഓതി നമ്മളെ കേട്ടല്ലോ, ഒരു ഉസ്താദിരുന്ന് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഓതിയല്ലോ. ആരായിരുന്നു അവര്? ഒരു വലിയ കിതാബുദിയ മൂല്യമാരൊന്നും അല്ലായിരുന്നു, വലിയൊരു കിതാബ്. അവര് യഥാർത്ഥത്തിൽ അവരുടെ ഈമാന്റെ ശക്തി, ആ ശക്തമായ ഹിദായത്ത് നേരെ പടച്ചവനോട് കൊടുത്ത് ഒറ്റ നിമിഷം കൊണ്ട് ഹിദായത്ത് അല്ലാഹു കൊണ്ട് കൊടുത്ത ആ ഹിദായത്ത് തുല്യതയില്ലാത്ത ഹിദായത്തായി മാറി. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. എത്ര ദിവസം കൊണ്ടാണ് സിദ്നാഹും പറഞ്ഞത്? ഇന്നഹും ഫിത്യത്തുൻ, അവർ ചില യുവാക്കളാണ്. നമ്മുടെ ഈ SKSFന്റെയും SYSന്റെയും SMFന്റെയും സമസ്തയുടെയും യുവാക്കളെ അല്ലാഹു ആ യുവാക്കളെ കൂട്ടത്തിൽ പെടുത്തിത്തരട്ടെ. എന്താ പറയുക? ഇന്നഹും ഫിത്യത്തുൻ, അവർ ചില യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം, റബ്ബിനെ കൊണ്ടവർ വിശ്വസിച്ചുകൊണ്ട് ഞാനുമായിട്ട് അവർ ശരിക്കും ദൃഢമായിട്ടങ്ങ് ഉറപ്പിച്ച് അടുത്തപ്പോൾ വസിദ്നാഹും ഹുദാ, ഹിദായത്ത് വളരെ ശക്തമായി നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ കൽബ് ശരിക്ക് അടിയുറപ്പിച്ച് ഈമാനിൽ നിലനിർത്തി. ഇത് ഖാമൂ, രാജാവിന്റെ മുമ്പിൽ അവർ നിന്ന സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വഖാലൂ, എന്നിട്ട് അവർ പരസ്യമായിട്ട് രാജാവിനോട് പറഞ്ഞു,
നിന്റെയും ഞങ്ങളെയൊക്കെ റബ്ബ് ഒരുത്തൻ മാത്രമാണ്. ഇതെന്താണ് അവർക്ക് പറയാൻ സാധിച്ചത്? മുഅ്മിനുകളെ, ഇത് അല്ലാഹു നൽകിയ ഹിദായത്താണ്. ഈ ഹിദായത്ത് ശരിക്ക് നിലനിൽക്കണമെങ്കിൽ മഹത്തുക്കളോടുള്ള ബന്ധമുണ്ടാകണം. അതുകൊണ്ടാണ് ഫിറഔനോട് മത്സരത്തിന് പോയ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി 70 സാഹിറന്മാര് വന്നിട്ട് ആ 70 സാഹിറന്മാര് മുഴുവനും മൂസാ നബി പരാജയപ്പെട്ട് കൈയടിച്ച് ചിരിക്കാൻ കാത്തിരിക്കുമ്പോൾ മഹാനായ മൂസാ നബിയുടെ മുഅ്ജിസത്ത് അവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് അവരെല്ലാവരും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു, മുഅ്മിനീങ്ങളായി. ഈമാൻ അവർ കടന്നതിന്റെ ശേഷം ഒരൊറ്റ നിമിഷം മാത്രം മൂസാ നബിയോടുള്ള മുസാഹബത്തിന്റെ കാരണം കൊണ്ട് അവർക്ക് ഈമാന്റെ ശക്തി എത്രയായി എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? മൂസാ നബിയോടുള്ള ബന്ധത്തിനാൽ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ബന്ധപ്പെട്ട ഈമാൻ ശക്തി കൂടിയിട്ട് അവര് ഈമാന്റെ ശക്തി അല്ലാഹു വിവരിച്ചതെങ്ങനെയാണ്? ലൗ ഖത്തിഅന്ന അയ്ദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വലൗ സല്ലിബന്നകും അജ്മഈൻ. നിങ്ങളെ കൈകാലുകൾ വൈവിധ്യത്തിൽ ഛേദിക്കുക മാത്രമല്ല, നിങ്ങളെ കുരിശിലേറ്റിയിട്ട് അല്ല തൂക്കുമരത്തിലേറ്റി ആണിതറച്ച് ഇഞ്ചിഞ്ചായി നിങ്ങളെ കൊല്ലും, കൈകാലുകൾ മുറിച്ചു കളയും എന്ന് പറയുമ്പോൾ ഒരു ധൈര്യമുള്ള ആൾക്ക് പറയാം, എന്തെങ്കിലും ചെയ്തോ എന്നെ കൊന്നോ എനിക്ക് പേടിയില്ല. പക്ഷെ അതല്ല അവര് പറയുന്നത്. ലാ ലൈറ, ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ധൈര്യത്തിന് വേണ്ടിയല്ല പറയുന്നത്. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഒരൊറ്റ മിനിറ്റ് മുമ്പ് മുഅ്മിനായ മനുഷ്യന്മാർക്ക് ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ എന്ന് ധൈര്യത്തോടുകൂടെ പറഞ്ഞിട്ട് പടച്ചതമ്പുരാനിലേക്ക് തിരിച്ചെത്തുന്നവരാണെന്ന ബോധത്തിന് വേണ്ടി മരിക്കാൻ മാത്രമുള്ള ശക്തമായ ഈമാൻ എവിടുന്ന് അവർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ സുഹബത്ത് മൂസാ നബിയുടെ സുഹബത്തിനാലുണ്ടായത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നമ്മൾ അടിയുറച്ച് നിൽക്കാൻ കാരണം. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ, അതുപോലെ തന്നെ മഹാനായ പാങ്ങൽ അഹ്മദ് പാപ്പ, മഹാനായ ഖുത്ബി നബ്ബറല്ലാഹു മർക്കദ, മഹാനായ അബ്ദുൽ ബാരി നബ്ബറല്ലാഹു മർക്കദ, മഹാനായ ചാപ്പനങ്ങാടി നബ്ബറല്ലാഹു മർക്കദ, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ, മഹാനായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കാവൽപടനായി സംരക്ഷകനായി നമ്മളെ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രഗൽഭനായി നമുക്ക് ബോധ്യമുള്ള മഹാനായ ശംസുൽ ഉലമ, ഇതുപോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാബക്കി തങ്ങൾ, മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പോലെയുള്ള മഹത്തുക്കളായ സാദാത്തുക്കളും ഇവരൊക്കെയുള്ള ആ സുഹബത്താണ് സമസ്തയിലുള്ളതെന്ന് മനസ്സിലായിക്കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യൂ. ഇംതിസാലുൽ അവാമിറും ഇജ്തിനാബുൻ നവാഹിയും, അതിന്റെ ഉറവിടമാകുന്ന കൽബ് ശരിപ്പെടുത്തിയിട്ട് മുത്തഖിയായി നിലകൊള്ളൂ. അത് തുടർച്ചയായി മുന്നോട്ട് പോകണമെങ്കിൽ വഖൂലൂ മഅസ്സാദിഖീൻ, സിദ്ഖിന്റെ അഹ്ലുകാരുടെ കൂടെ തന്നെ കൂടണം എന്ന നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് മഹാന്മാരായ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആലിമീങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ച് മരണം വരെ അതിന്റെ പ്രവർത്തകരായി നിലനിന്നാൽ നിശ്ചയമായും എന്ന ആ വാക്തത്വം നമ്മളിലൂടെ പുലരും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റഹ്മാനായ റബ്ബ് തഖ്വയും ഹിദായത്തും നമുക്ക് ശക്തിയാക്കി തരട്ടെ. ആമീൻ പറയുമ്പോൾ അൽക്ക പോതിയ സഭയുടെ വേഗം ഇജാബത്തുണ്ടാവും. ഇജാബത്തുണ്ടാവുമെന്ന് മാത്രമല്ല, ഞാനൊരു ചെറിയ ഇബാറത്ത് പറഞ്ഞുതരാം, കൂടി പറഞ്ഞാൽ നിർത്താം. ഈ ഖബർ സിയാറത്തിന്റെ അവിടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മസലയിൽ തൊഴുഫയിൽ കാണാം, ഷെർവാലിയിൽ നോക്കിയാൽ കാണാം. അതായത് ഖബർ സിയാറത്ത് ചെയ്യുന്നതിൽ പല ലക്ഷ്യമുണ്ട്. ഒന്ന് മരണത്തെ ഓർക്കുക, അതേത് ഖബർ സിയാറത്ത് ചെയ്താലും ഓർമ്മ വരും. രണ്ടാമത് അതിന്റെ ഒരു ലക്ഷ്യം ഹക്ക് വീടുക, ബാപ്പാന്റെ കുടുംബത്തിന്റെ സദിയത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഹക്ക് വീടുക. 2. മൂന്നാമതായി തബറുക്ക്, അതായത് ഖബർ സിയാറത്തിൽ ബർക്കത്തെടുക്കുക. നമ്മൾ പൊന്നാനി പോവുക,
അതിലൊരു തന്നെ പിന്നെ നുളവൂർ പോവുക, അങ്ങനെ മമ്പുറത്ത് പോവുക. ഔലിയാക്കളെ കബറൊക്കെ നമ്മൾ ബർക്കത്തിന് വേണ്ടിയാണ് പോകുന്നത്, ബർക്കത്ത് കിട്ടാൻ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് വിവരിച്ച സ്ഥലത്ത് മഹാനവറുകൾ രേഖപ്പെടുത്തിയൊരു ഈ വാർത്ത വായിക്കുന്നത് എന്താ പറഞ്ഞത്? لأن لهم في برازخهم تصرفات وبركات لا تحصى. ഭാരത് എന്തുകൊണ്ടെന്നാൽ ഈ അന്നലഹും ഖൈറിന്റെ അഹലുകാർക്കുണ്ട് തസറുഫാത്തിൻ ഇടപെടലുകളുണ്ട്, ബറക്കാത്തിൻ ബർക്കത്തുകളുമുണ്ട്, ലാ തുഹ്സാ അതിനെ തിട്ടപ്പെടുത്താൻ സാധ്യല്ല. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ മജ്‌ലിസുന്നൂർ ഇല്ലല്ലോ, മജ്‌ലിസുന്നൂർ ചെല്ലിയാൽ ആ മജ്‌ലിസുന്നൂറിൽ പറഞ്ഞ ബദരീങ്ങളുടെ ഇടപെടൽ ഇവിടെ ഉണ്ടാവും. ഞാൻ പറയല്ല, ഉണ്ടാകും, ഔലിയാക്കൾ പറഞ്ഞതാണ്. അതേ പ്രകാരം നമ്മൾ അസ്ഹാബുൽ കഹ്ഫിന്റെ സ്മരണ ഇവിടെ പുതുക്കിയാൽ സമസ്തയിലെ കഴിഞ്ഞുപോയ മഹത്തുക്കളായ ആരിഫീങ്ങൾ ഔലിയാക്കളെ നമ്മൾ പറഞ്ഞ് നമ്മൾ സ്മരിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല ബിഅന്നലഹും ഫീ ബറാസിഖിഹിം തസറുഫാത്ത്, അവരുടെ ബർസഖുകളിൽ അവർക്ക് തസറുഫാത്തുണ്ട്, വബറകാത്തിൽ ലാ തുഹ്സാ തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത ബർക്കത്തുകളുമുണ്ട് എന്ന് പറഞ്ഞാൽ മഹാന്മാരെ സ്മരിച്ച ഈ മഹത്തായ സദസ്സ് യാതൊരു സംശയവുമില്ല ഔലിയാക്കളുടെ തസറുമുള്ള സദസ്സാണ്. ദ്വാരന്നാലിത്തറ കിട്ടും. റഹ്മാനും റഹീമുമായ റബ്ബേ, ഹിദായത്ത് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ തമ്പുരാനെ. പഠിച്ചവനെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തകരിൽ ആരൊക്കെ രോഗികളുണ്ടോ നാദാ, നിന്റെ മഹതായ ഫദ്ല് കൊണ്ട് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് വളരെ വേഗത്തിൽ നീ ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നേതാക്കൾക്കൊക്കെ പടച്ചവരെ ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നീ അധികരിപ്പിച്ച് ഒരുപാട് കാലം അവരുടെ തണലിൽ സമുദായത്തെയും സമൂഹത്തെയും നീ നിലനിർത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ കൽബിൽ തഖ്വക്കെതിരായി വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം നീ ദൂരീകരിച്ച് പൈശാചിന്റെ ശരീരത്തോട് ഞങ്ങളെ കൽബ് രക്ഷിച്ച് യഥാർത്ഥ മുത്തഖിയായി ഞങ്ങളെ നീ നിലനിർത്തണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം മരണത്തിന്റെ നിമിഷമാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയം മരണത്തിന്റെ സമയമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള സമയം മരണത്തിന്റെ സമയമാക്കണേ റഹ്മാനെ. സ്വർഗം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹാനായ ശംസുൽ ഉലമയൊക്കെ പറഞ്ഞു മരണപ്പെട്ടതുപോലെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച ചെറുപ്പക്കാരൊക്കെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണെന്ന് നിനക്കറിയാം. നാദാ, അവർക്കൊക്കെ അവരിടപെടുന്ന കാര്യങ്ങളിലൊക്കെ ബർക്കത്ത് നൽകി ഇസ്സത്ത് നൽകി പടച്ചവരെ സമസ്തയുടെ പ്രവർത്തകരായി മരണം വരെ ദീർഘായുസ്സോടുകൂടെ നിലനിർത്തി സാലിഹ്യങ്ങളോടുകൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എല്ലാവരും എന്റെ കാര്യത്തിൽ പ്രത്യേകമായി ദ്വാർക്കണം. ഞാനിവിടെ ഇരുന്ന് സംസാരിച്ചത് ആരോഗ്യസാധൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അതപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കാര്യവേദനായതുകൊണ്ട് ഇരുന്നതാണെന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.